പല്ല് വെളുപ്പിക്കണം. ഫോട്ടോസും വീഡിയോസും നമ്മുടെ ആഡ്സും ഒക്കെ കാണുമ്പോൾ എല്ലാ പല്ലുകളും വെളുത്താണ്. എന്തിനു വേണം? ഒരു രാഷ്ട്രീയക്കാരുടെ പരിപാടി പോലും കണ്ടു കഴിഞ്ഞാൽ പല്ലൊക്കെ വെളുപ്പിച്ച്, പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡൻ്റൊക്കെ ആണെങ്കിൽ രണ്ടുപേരും എത്രത്തോളം വെളുപ്പിക്കാമോ അത്രയും പല്ല് വെളുപ്പിച്ചാണ് എല്ലാ വീഡിയോയിലും കാണപ്പെടുന്നത്. പലതും ഫോട്ടോഷോപ്പും അത് വീഡിയോ ട്രിക്കും ഒക്കെയാണ്. പക്ഷേ പലർക്കും നല്ല വെളുത്ത പല്ലുകളും ഉണ്ട്. ഇതെങ്ങനെ വെളുപ്പിക്കാൻ പറ്റും? ഇങ്ങനെ വെളുത്തിരിക്കും. ഇത് എൻ്റെ പല്ലെല്ലാം മഞ്ഞച്ചാണ് ഇരിക്കുന്നത്. ചെറിയ മഞ്ഞയോട് കൂടിയ പല്ലാണ് കാണാൻ ഭംഗിയെന്നാണ് സത്യം. പക്ഷേ ഇപ്പോൾ വെളുത്ത് ഭയങ്കര വെളുത്ത പല്ലുകളാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. പക്ഷേ എങ്ങനെ പല്ല് വെളുപ്പിക്കാം? പല്ല് വെളുപ്പിക്കാൻ 2-3 കാര്യമുണ്ട്. കറ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുക, പോളിഷ് ചെയ്ത് കഴിയുമ്പോൾ ആ കറയൊക്കെ മാറി കുറച്ച് വെളുപ്പായി കിട്ടും. ഇനി അടുത്ത ലെവൽ ബ്ലീച്ച് ചെയ്യുക. ബ്ലീച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തേക്ക് നീസൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ അഥവാ അതിനകത്തൊരു ലായനി പരട്ടി അതിനോടൊപ്പം തന്നെ അതിനെ ക്ലിനിക്കിൽ വെച്ചോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ചോ ലായനിയുടെ കടുപ്പം അനുസരിച്ച്, കടുപ്പം കൂടുതലുള്ളത് ക്ലിനിക്കിൽ ഉപയോഗിച്ച് കുറച്ച് സമയം കൊണ്ട് വെളുപ്പിക്കാം. അല്ലെങ്കിൽ കടുപ്പം കുറച്ച് ചിലപ്പോൾ 8 മണിക്കൂർ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ വെളുപ്പിക്കുന്ന അഥവാ ക്ലിനിക് ബ്ലീച്ചും ഹോം ബ്ലീച്ചും 2 തരത്തിലുള്ള ബ്ലീച്ചിങ് അവൈലബിളാണ്. അങ്ങനെ ചെയ്യാം. ഈ ബ്ലീച്ചിങ്ങിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലീച്ച് ചെയ്യുമ്പോൾ നമ്മളതിനകത്ത് ചെറിയ സുഷിരങ്ങൾ നമ്മുടെ കെമിക്കൽസ് ഉപയോഗിച്ചുണ്ടാക്കുന്നു. അതിനുശേഷം അതിനകത്തേക്ക് ഈ കെമിക്കൽ ഉപയോഗിച്ച് നമ്മുടെ സാധാരണ ബ്ലീച്ച്, നമ്മുടെ തുണിക്കുള്ള ബ്ലീച്ച് അതുപോലെ തൊലിക്കുള്ള ബ്ലീച്ചൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അതിനകത്തേക്ക് ഈ ബ്ലീച്ചിങ്ങിന് വേണ്ടിയുള്ള ഓക്സിജൻ, ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജൻ അതിനകത്തേക്ക് കയറ്റി വിടും. ക്ലോറിൻ ബ്ലീച്ച് അല്ല ഉപയോഗിക്കുന്നത്, ഓക്സിജൻ ബ്ലീച്ചാണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രം. അങ്ങനെ ചെയ്യുമ്പോൾ അത് ഒരു ഷെയ്ഡ് അല്ലെങ്കിൽ ചിലപ്പോൾ 3 ഷെയ്ഡ് വരെ പല്ലിൻ്റെ നിറം കൂട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കാപ്പിയും ചായയും അതോടൊപ്പം തന്നെ മഞ്ഞളും, ഈ സാധനങ്ങൾ 3 നമ്മളുടെ പല്ലുകളെ മഞ്ഞ കളറിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതയുള്ള സാധനങ്ങൾ. അതുകൊണ്ട് തന്നെ ബ്ലീച്ച് ചെയ്ത് അടുത്ത 6 മാസത്തേക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നിറം നിലനിൽക്കാൻ നല്ലത്. നിങ്ങൾ ഇപ്പോൾ പുറത്ത് പോയി ബ്ലീച്ച്, ഇപ്പോൾ സ്കിൻ ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ പറയും 1 മാസത്തേക്ക് കൂടുതലൊന്നും കിട്ടില്ല, അത് കഴിയുമ്പോൾ അടുത്ത ഒന്നോടെ ബ്ലീച്ച് ചെയ്യണം. അതുപോലെ ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല്ലുകൾക്ക് പുളിപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചോദിക്കും, അപ്പോൾ ഈ സെലിബ്രിറ്റീസ് അതുപോലെ തന്നെ ഈ പൊളിറ്റീഷ്യൻസിൻ്റെയൊക്കെ പല്ലുകൾ ഇങ്ങനെ വെളുത്തിരിക്കണം, എല്ലാ മാസവും അവർ ബ്ലീച്ച് ചെയ്യണമാണോ എന്ന് ചോദിക്കും. അങ്ങനെയുള്ളവർക്കുള്ള പെർമനൻറ്റ് ബ്ലീച്ചിങ് അല്ലെങ്കിൽ പെർമനൻറ്റ് കളർ മാറ്റുന്ന സൊല്യൂഷനാണ് ഒന്ന് വെനിയേഴ്സ്. അതാണ് മിക്കവാറും അനേകം പേർ ഉപയോഗിക്കുന്നത്. 2 ക്രൗൺസും വെനിയേഴ്സിൻ്റെയും പ്രത്യേകതയാണ്. വെനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ മാത്രം പല്ലിൻ്റെ ആ ഇനാമൽ മാറ്റി കുറച്ചുകൂടി വെളുത്ത ഒരു ഇനാമൽ പോലത്തെ ഒരു സെറാമിക് ഫിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്രൗൺ എന്ന് പറയുമ്പോൾ പല്ലിന് ചുറ്റും അങ്ങനെ ചെയ്യുന്നതിനാണ് ക്രൗൺ എന്ന് പറയുന്നത്. ഇത് 2 ഉള്ളൂ, 2 വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് ക്രൗൺസോ വെനിയേഴ്സോ ഉപയോഗിച്ച് പല്ലിൻ്റെ നിറം മാറ്റിയാൽ വളരെയധികം കാലം അതേ കളറിൽ നിലനിൽക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൻ്റെ അത്രയും കൊണ്ടുവരാം എന്നുള്ളതാണ്. കാരണം ബ്ലീച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു 3 ഷെയ്ഡ് അല്ലെങ്കിൽ മാക്സിമം 4 ഷെയ്ഡൊക്കെയാണ് ബ്ലീച്ച് ചെയ്യുമ്പോൾ കുറയുള്ളൂ. പക്ഷേ വെനിയേഴ്സിൽ നല്ല വെള്ള കളർ പലരും ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഗൾഫിൽ നിന്ന് വരുന്നവർ അല്ലെങ്കിൽ ഈ പുറത്തുള്ള സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ബോളിവുഡ് സെലിബ്രിറ്റീസ്, നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റീസ് ഇത് ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ചെയ്യുന്നതെല്ലാം അത് വെനിയേഴ്സും ക്രൗൺസുമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ പല്ലിനെ നല്ല വെള്ള നിറത്തിലേക്ക് മാറ്റാനും സാധിക്കും. പല്ല് വെളുപ്പിക്കാൻ ഇതല്ലാതെ മഞ്ഞൾ കൊണ്ടുണ്ടാകുന്ന ആ കഷായം, അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പലതരത്തിലുള്ള ഉമിക്കരിയും മണലും എല്ലാം ചേർത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നും വെച്ച് നിങ്ങളുടെ പല്ലുകളെ നശിപ്പിക്കരുത്. കാരണം അതെല്ലാം പല്ലുകളെ പൊള്ളിക്കാനും കുറച്ച് കാലത്തേക്ക് ഒരു ചെറിയ വെളുപ്പ് മാറ്റം കൂട്ടാനും മാത്രമേ സഹായിക്കുകയുള്ളൂ. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മാറിപ്പോവുകയും ചെയ്യും. കാര്യം ചിലവ് കുറവാണ്, പക്ഷേ പല്ലിന് ഉപദ്രവമാണെന്ന് മനസ്സിലാക്കുക. ഞാൻ പല്ല് ഡോക്ടർ ഫോളോ ചെയ്യാനും നിങ്ങൾ കമൻ്റ് അടിക്കാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മളെ ഇത്രയും വളർത്തിയത്. സബ്സ്ക്രിപ്ഷൻ മറക്കാതിരിക്കാൻ. ഞാൻ പല്ല് ഡോക്ടർ.